ഒരു 2-3 കേസ് വന്നപ്പോഴേക്ക് കേരളത്തിലെ അവസ്ഥ ബിലേക്ക്. അയ്യോ സ്ത്രീകളെ പേടിക്കണേ, അയ്യോ ഞങ്ങൾക്ക് സ്ത്രീകൾ കാരണം ബസ്സിൽ കയറാൻ പറ്റാതായേ, ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിയായേ, ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല EMI ഇട്ടിട്ടാണെങ്കിലും കാറോ ബൈക്കോ മേടിക്കണം, എന്നിട്ട് ഇനി പുറത്തിറങ്ങി ഞങ്ങൾ യാത്ര ചെയ്യുന്നുള്ളൂ. എൻ്റെ പെൺമക്കൾ ഇങ്ങനെ പേടിക്കാതെ. ഇങ്ങനെ പേടിക്കാനാണെങ്കിൽ എത്ര കൊലപാതക വാർത്തയും പീഡന വാർത്തയൊക്കെ ഡെയിലി കേട്ടിട്ടും ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി നടക്കുന്നില്ലേ? നിങ്ങൾക്കിപ്പോൾ ബസ്സിൽ കയറുമ്പോൾ മേലെ ക്യാമറ പിടിച്ചിട്ട് ഞങ്ങൾ ഇനി ബസ്സിൽ കയറുന്നുള്ളൂ, പിന്നെ കാർബോർഡിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ടേ ഉള്ളൂ. ഇനി ബസ്സിൽ കയറുന്നത് ഇനി ആരെയും തൊട്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട. എന്തൊക്കെയാണ്? ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ പടച്ചട്ട ഇട്ടിട്ട് വേണമല്ലോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഒരു 2-3 ഇൻസിഡന്റ് കിട്ടിയപ്പോഴേക്കായിട്ട് ആഘോഷിക്കുക. ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ? കഴിഞ്ഞ വർഷം മാത്രം എന്ന് വെച്ചാൽ 2025 ഡൊമസ്റ്റിക് വയലൻസ്, ഹറാസ്മെന്റ്, അസോൾട്ട്, സെക്ഷൽ അബ്യൂസ്, ഇതേപോലുള്ള റേപ്പ്, ഇതേപോലുള്ള പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിൽ മൊത്തം മരിച്ച സ്ത്രീകളുടെ എണ്ണമാണ് 16,838. ഇത് റിപ്പോർട്ട് ചെയ്ത കേസുകൾ മാത്രം ആണെന്ന് ആലോചിക്കണം. ഈ 16,838 ആളുകളാണെങ്കിൽ 1 മിനിറ്റിൽ 2 പേര്, ഓരോ 30 സെക്കൻഡിലും ഒരാൾ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. എന്നുവെച്ചാൽ ഒരു സ്ത്രീ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ. മൊത്തം ഇന്ത്യയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് 4,70,000-ന്റെ മുകളിൽ വരും. ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും പുറത്തിറങ്ങി നടക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ധൈര്യം സമ്മതിക്കാമല്ലേ? പ്രൗഡ് ഓഫ് മൈ സെൽഫ്, പ്രൗഡ് ഓഫ് യു ഗേൾസ്, പ്രൗഡ് ഓഫ് യു. ഇനിയിപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ താഴെ ആ ചേട്ടൻ മരിച്ചതും പറഞ്ഞ് നിലവിളിക്കാൻ വരുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിരപരാധി മരിച്ചതിൽ വളരെയധികം സങ്കടമുണ്ട്. ആ ചേട്ടന്റെ മരണത്തിൽ വളരെയധികം സങ്കടമുണ്ട്. അതേ സങ്കടം തന്നെയാണ് അതിന്റെ 2 ദിവസം മുമ്പ് 14 വയസ്സുകാരിനെ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട രീതിയിൽ മലപ്പുറത്ത് നിന്ന് കണ്ടെത്തിയപ്പോഴും ഉണ്ടായത്. അതേ വിഷമം തന്നെയാണ് അതിന്റെ തൊട്ട് തലേ ദിവസം വയനാട്ടിൽ ഒരു പെൺകുട്ടിയെ ആസിഡ് ഒഴിച്ച് ഒരു 53 വയസ്സുകാരൻ കൊലപ്പെടുത്തിയപ്പോഴും ഉണ്ടായത്. ഓരോ 30 സെക്കൻഡിലും ഓരോ നിരപരാധികൾ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതേ സങ്കടം തന്നെയാണ് നമുക്ക് തോന്നേണ്ടത്. ഇനി ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ താഴെ നിലവിളിക്കാൻ വരുന്ന ആളുകളോടാണ് നിങ്ങൾ സ്ഥിരം പറയുന്ന പോലെ നോട്ട് എവറി മെൻ എന്ന് പറയുന്നത് പോലെ നോട്ട് എവറി വുമൻ. അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അടുത്ത്.